സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. കരുണയുടെ ഈ പ്രാർത്ഥനയിൽ നമ്മൾ ഓർപ്പിക്കുന്ന പിതാവ് അവിടുത്തെ പുത്രനായ ഈശോമിശിഹായുടെ പീഡാസഹനങ്ങളും കുരിശുമരണവും കഷ്ടാനുഭവവും എല്ലാം ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അല്ലേ, ഈ ഒരു ചിന്തയോടെയാണ് നമ്മൾ സമർപ്പിക്കുക. ഇന്ന് ആഗോള സഭയിലെ തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നതും ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മളുടെ ജീവിതത്തിൽ തീർച്ചയായും നമുക്ക് ആനന്ദകരമായ സന്തോഷകരമായ ഒരു ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ സഹനമുണ്ട്. നമ്മുടെ പ്രാർത്ഥനയെക്കാളിലും കൂടുതൽ ബലം, ശക്തി നമ്മളുടെ സഹനങ്ങൾക്കാണ്. നമ്മൾ യേശുവിനെ നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കുന്നത്, യേശു തൻ്റെ ജീവിതകാലത്ത് സുവിശേഷം പ്രസംഗിക്കുകയും ശിഷ്യന്മാർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവൻ്റെ പീഡാസഹനത്താലാണ് പിതാവായ ദൈവം നമ്മളുടെ പാപം ക്ഷമിച്ചത്. അല്ലെ, ദൈവത്തിൻ്റെ നീതിയുടെ മുമ്പിൽ അവൻ്റെ സഹനം അത്യാവശ്യമായിരുന്നു. സഹനം കൂടാതെ വിശുദ്ധീകരണമില്ലായിരുന്നു. ആദിമാതാപിതാക്കളിലൂടെ നമ്മളിലേക്ക് വന്നതും നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കപ്പെടുന്ന, തലമുറകളിലൂടെ കൈമാറ്റപ്പെടുന്നതുമായ ഒരു മേഖലയുണ്ട് പാപത്തിന്. നമ്മൾ പുറപ്പാടിൽ ഒരു വചനം ചിന്തിക്കാറില്ല. 10 കൽപ്പന 20-ാമത്തെ അധ്യായത്തിൽ, എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ തെറ്റുകൾക്ക് അവരുടെ മക്കളെ 3ഉം 4ഉം തലമുറ വരെ ശിക്ഷിക്കുന്ന അസഹിഷ്ണുവായ ദൈവം ഞാനാകുന്നു എന്ന് പറയുമ്പോൾ ഇന്നത് വലിയ തർക്കവിഷയമാണ്. പലരും പറയും അതൊന്നും ആവശ്യമില്ല, പിതാക്കന്മാരുടെ തെറ്റുകൾ. അതുകൊണ്ട് എസെക്കിയേൽ 18 പറയുന്നുണ്ട്, പിതാക്കന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പുളിച്ചു എന്ന പഴമൊഴി ഇനി ആവർത്തിക്കണം. എല്ലാ പ്രവചനങ്ങളും നമുക്കറിയാം യേശുവിലേക്കാണ്. എല്ലാ പ്രവചനങ്ങളും രക്ഷകനായി വരാൻ പോകുന്ന യേശുവിലേക്കാണ്. അപ്പോൾ പ്രവാചകനായ എസെക്കിയേൽ പറഞ്ഞത്, യേശു വന്നു കഴിയുമ്പോൾ പിന്നെ മാതാപിതാക്കളുടെ തെറ്റുകൾ മക്കളിലേക്ക് വരില്ല. യേശുവിലായി കഴിഞ്ഞാൽ പിന്നെ യേശുക്രിസ്തു നമ്മളിൽ ഉണ്ടെങ്കിൽ, നമ്മുടെ മാതാപിതാക്കളിൽ യേശുവിൻ്റെ ആത്മാവ് ഉണ്ടായിരുന്നെങ്കിൽ അവരനുദപിച്ച് യേശുക്രിസ്തുവിലേക്ക് അവരുടെ പാപങ്ങൾ അവരിലേക്ക് കഴിഞ്ഞ തലമുറയിലൂടെ വന്നത് മുഴുവനും യേശുവിലേക്ക് ഏറ്റെടുക്കപ്പെട്ടുകൊണ്ട് അത് നമ്മിലേക്കോ, നമ്മൾ നന്നായിട്ട് ജീവിക്കുകയാണെങ്കിൽ വരും തലമുറയിലേക്ക് ഒരിക്കലും കൈമാറ്റപ്പെടുകയില്ല. വീണ്ടും അവിടെ തന്നെയാണ് പറഞ്ഞത്, എസെക്കിയേൽ തന്നെ പറയുന്നുണ്ട്, ഓരോരുത്തരുടെയും തെറ്റുകൾക്കുള്ള ശിക്ഷ അവൻ മാത്രമായിരിക്കും അനുഭവിക്കുക. കാരണം തലമുറകളിലൂടെ നമ്മൾ യേശുവിനെ അനുഗമിക്കുമ്പോൾ നമുക്കറിയാം, എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അവൻ ആത്മാവായി നമ്മിൽ വസിക്കുന്നു, നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയും, നമുക്ക് പലയിടത്തുമുണ്ട് ഈ ഫിൽറ്ററിങ് സിസ്റ്റം ഉണ്ടല്ലേ. നമ്മുടെ വണ്ടിക്ക് എന്തുമാത്രം ഫിൽറ്ററിങ് നടക്കും. നമ്മൾ ശുദ്ധമായി പുറത്തുനിന്ന് കിട്ടുന്ന ശുദ്ധമല്ലാത്തതുകൊണ്ട് ഓലെ നമ്മൾ എയർ ഫിൽറ്റർ, വണ്ടിക്കകത്തിന് ഓയിൽ ഫിൽറ്റർ, അങ്ങനെയൊക്കെ കാരണം നമ്മൾ എല്ലാത്തിനെയും ശുദ്ധി എടുക്കുന്ന, അല്ലെങ്കിൽ അതിന് കരടോ പൊടിയോ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് ശുദ്ധമായ രീതിയിൽ ശുദ്ധവായു, പുറത്തുനിന്ന് വരുന്ന പുകയോ മണമോ ഒന്നും കിട്ടാതെ നമുക്ക് അകത്തുള്ള എയർ ശുദ്ധമായിരിക്കും, വണ്ടിക്കകത്തുള്ള എയർ ശുദ്ധമായിരിക്കാൻ ഒരു ഫിൽറ്റർ ഉപയോഗിക്കുന്നത് പോലെ ഞാൻ പറയും, യേശു ക്രിസ്തു ഒരു ഫിൽറ്ററാണ്. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പം പാപവും അശുദ്ധിയുമാണ് നമ്മളെ ഇന്ന് നമ്മുടെ ആത്മാവിനെ കളങ്കമാക്കുന്നതെങ്കിൽ അത് ഫിൽട്ടർ ചെയ്യുന്നത് യേശുക്രിസ്തുവിൻ്റെ ആത്മാവാണ്. ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. മാമോദീസായിലൂടെ നമ്മളിൽ ഇൻസ്റ്റാൾ ചെയ്ത ഒരു ഫിൽറ്ററാണ് എന്ന് ആ രീതിയിൽ പറയാൻ വേണമെങ്കിൽ. നമ്മുടെ ആത്മാവിൽ വന്ന് വസിച്ചുകൊണ്ട് കഴിഞ്ഞുപോയ തലമുറയിലൂടെ നമ്മിലേക്ക് വരാനുള്ളത് അവൻ ഫിൽട്ടർ ചെയ്യുന്നു. നമ്മളിലൂടെ അടുത്ത തലമുറയിലേക്ക് പോകാൻ സാധ്യതയുള്ളതും അവനിലേക്ക് ഏറ്റെടുക്കപ്പെട്ട് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. ഇത് നമ്മൾ അറിയേണ്ട ഒരു മേഖലയാണ്. അപ്പോൾ പഴയ നിയമത്തിൽ യേശു ഇല്ലാതിരുന്നത് കൊണ്ട്, യേശു രക്ഷകനായി വരാതിരുന്നത് കൊണ്ട് ആദം മുതലുള്ള പാപം മുഴുവനും തലമുറകളിലൂടെ കൈമാറ്റപ്പെട്ടുകൊണ്ട് വന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 10 കൽപ്പനകൾ നൽകിയപ്പോൾ ആ ഒരു 1-ാം പ്രമാണത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് അവിടെ അത് പറഞ്ഞത്, എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ തെറ്റുകൾക്ക് മക്കളെ 3ഉം 4ഉം തലമുറ വരെ. അപ്പോൾ ഓരോ തലമുറയിലും സംഗീതത്തിന് 14 പറയുന്നുണ്ട്, കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മനുഷ്യ മക്കളെ നോക്കുന്നു, തന്നെ തേടുന്ന വിവേകികൾ ആരെങ്കിലും ഉണ്ടോ?
യേശുക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി എന്ന് പൗലോസ് പറയുമ്പോൾ, അപ്പോൾ പഴയ നിയമത്തിൽ ആ ഒരു മേഖല വന്നത് അവിടെ ശുദ്ധീകരണത്തിനായി ആരും ഇല്ലായിരുന്നുകൊണ്ടാണ്. അവരുടെ ശുദ്ധീകരണം ആടുമാടുകളെ കൊണ്ടുള്ള ബലിയായിരുന്നു അന്ന്. പക്ഷെ അതുകൊണ്ട് യഥാർത്ഥമായ ഫിൽട്ടർ നടന്നിരുന്നില്ല, ശുദ്ധീകരണം നടന്നിരുന്നില്ല. അത് വരാനിരിക്കുന്ന കാലത്ത് യേശുക്രിസ്തുവിൽ നടക്കുന്ന കാൽവരിയുടെ ശുദ്ധീകരണത്തിൻ്റെ നിഴലായി അങ്ങനെയാണ് നമ്മളതിനെ കാണേണ്ടത്. ഒരു വരാനിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കാണുന്നുണ്ട്, അബ്രാഹത്തിൻ്റെ മകനായ ഇസഹാക്കിനെ ബലിയർപ്പിക്കണമെന്ന് ദൈവം ആവശ്യപ്പെട്ടു, മലയുടെ മുകളിൽ കൊണ്ടുപോയി. പക്ഷെ അവിടെ വെച്ച് അബ്രാഹം ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിച്ചതിനാൽ അബ്രാഹത്തോട് ദൈവം പറയണം, വേണ്ട, കുഞ്ഞിൻ്റെ മേൽ നീ കരം വെക്കരുത് എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ വിടുവിക്കുമ്പോൾ അവിടെ ബലിപീഠം പണിത്. അപ്പോൾ ബലി അർപ്പിച്ചേ പറ്റൂ. കാരണം മകനും ചോദിക്കുന്നുണ്ട്, അപ്പം പോകുന്ന വഴിക്ക് നമുക്ക് വിറകുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്, പക്ഷേ ഇവിടെ ബലിയാടില്ലല്ലോ, ബലിമൃഗമില്ലല്ലോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ബലി പൂർത്തിയാക്കാനായിട്ട് അത് ദൈവം തരുമെന്നാണ് അപ്പോൾ അബ്രാഹം പറഞ്ഞത്. അപ്പോൾ മകൻ്റെ കെട്ടഴിച്ചു വിടാൻ പറഞ്ഞു. കെട്ടഴിച്ചു വിട്ടു. അവൻ ബലിപീഠം ശൂന്യമായി കഴിഞ്ഞപ്പോൾ അവിടെ ബലിയർപ്പിക്കാനായിട്ട് നമ്മൾ കാണുന്നുണ്ട്, മരച്ചില്ലകളുടെ ഇടയിൽ കൊമ്പടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ ദൈവം അബ്രാഹത്തിന് കാണിച്ചു. അവനതിനെ പിടിച്ചുകൊണ്ടുവന്ന ആ ബലിപീഠത്തിൽ വെച്ച് തന്റെ മകന് പകരമായിട്ട് ബലിയർപ്പിച്ചു. അത് വരാനിരിക്കുന്ന നാളുകളിൽ യേശുക്രിസ്തുവിന്റെ പ്രതീകമാണ്. നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബങ്ങളെ പാപത്തിൽ നശിക്കാതിരിക്കാൻ, നമ്മുടെ കഴിഞ്ഞുപോയ തലമുറകള് നിത്യനാശത്തിലേക്ക് പോകാതിരിക്കാൻ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി യേശുക്രിസ്തു ലോകത്തിലേക്ക് നൽകപ്പെട്ടു. അബ്രാഹത്തിന്റെ മകന് പകരമായി അർപ്പിക്കപ്പെട്ട ഒരു കുഞ്ഞാട്, അത് യേശുവിന്റെ പ്രതീകമാണ്. ഞാൻ പറയും, പഴയ നിയമത്തില് ഒരു ദേവാലയത്തിലേക്ക് പോകുമ്പോൾ അജകവാടം എന്ന് വിളിക്കപ്പെടുന്ന കവാടത്തിൽ നിന്നും അവിടെ പള്ളിയിൽ വളർത്തിയ ആടുകളുണ്ട്, ഒരു വശത്ത് താഴെയുള്ള മുട്ടാടുകളുണ്ട്. അതിനെ മേടിക്കാം, വീട്ടിൽ നിന്നും കൊണ്ടുവരണമെന്നില്ല. അതിനെ മേടിച്ചുകൊണ്ടുപോയി പുരോഹിതന്റെ കൈ കൊണ്ട് കൊടുത്തിട്ട് അതിനെ കൊന്നിട്ട് അതിൻ്റെ രക്തം എടുത്ത് അവരുടെ മേലും കട്ടളപ്പടിയിൽ അവരുടെ ജനങ്ങളുടെ മേലും ബലിപീഠത്തിന് തളിച്ചുകൊണ്ട് അവരുടെ പാപത്തിന് പരിഹാരമാണത്. അതിനെ കൊന്നിട്ട് അതിൻ്റെ മാംസം അവർ ഭക്ഷിക്കുന്നു. നമ്മളിന്ന് വിശുദ്ധ കുർബാനയുടെ ഒരു പ്രതീകമാണെന്ന് പറയാം. ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവ കുഞ്ഞാട് കുദാശയായി ഓരോ ബലിവേദിയിലും അണഞ്ഞുകൊണ്ട് അവൻ്റെ രക്തവും അവൻ്റെ ശരീരവും നമ്മൾ സ്വീകരിക്കുകയാണ് ലോകപാപത്തിന് പരിഹാരം. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ കഴിഞ്ഞുപോയ തലമുറയിലെ നമ്മുടെ മേൽ വരാതിരിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ മക്കളിലേക്ക് പോകാതിരിക്കാൻ നമ്മളിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉണ്ടായിരിക്കണം. കാരണം ഇന്ന് നമ്മൾ തിരുസഭ എന്ന് പറയുമ്പോൾ നമ്മൾ അറിയുന്നത് എന്താ? തിരുസഭ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാണ് എന്ന് നമുക്കറിയാം, അല്ലേ? ക്രിസ്തുവിൻ്റെ മൗലിക ചർച്ച് ഈസ് ദ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും വിശ്വാസയുടെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉള്ളത് കൊണ്ട് ഒരു സമൂഹം ഒരുമിച്ച് കൂടുമ്പോൾ ക്രിസ്തുവിൻ്റെ പൂർണ്ണതയാണ് സഭ, ശരീരം. അപ്പോൾ പൗലോസ് നമ്മളെ ഇന്ന് ഓർപ്പിക്കുന്ന തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ഇന്നത്തെ ഒന്നാമത്തെ വായന തിരുസഭയിലെ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ നിന്നുള്ള വചനമാണ്. പൗലോസും സിൽവാനോസും തിമോഥെയോസും കൂടെ ഒന്നിച്ചെഴുതുന്ന തെസ്സലോനിക്ക സഭയോട് പറയുന്ന ഒരു കാര്യമാണ്. അതിൽ പ്രധാനപ്പെട്ടത് അവരെ ഓർത്ത് നന്ദി പറയാണ്. നിങ്ങൾ നന്നായിട്ട് ജീവിക്കുന്നുണ്ട്, ഞങ്ങളോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. അത് നിങ്ങളിപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന, അവിടെയാണ് അതിനാൽ നിങ്ങളുടെ വിശ്വാസം സമൃദ്ധമായി വളരുകയും നിങ്ങൾ ഏവരുടെയും പരസ്പര സ്നേഹം വർദ്ധിച്ചു വരികയും ചെയ്യുന്നതിനാൽ സഹോദരരെ, നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിന് ഉചിതമാം വിധം നന്ദി പറയാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ദൈവവചനം അനുസരിച്ചാണ് അവര് എന്താ ചെയ്യുന്നത്? അവർ പരസ്പരം സ്നേഹിക്കുകയാണ്. അവരുടെ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം, ദൈവസ്നേഹമുണ്ട്, പരസ്നേഹമുണ്ട്. ഇതുമൂലം ഞങ്ങൾ എപ്പോഴും നിങ്ങളെ ഓർത്ത് ഞങ്ങൾ തെസ്സലോനിക്ക സഭയെക്കുറിച്ച് അന്നത്തെ അപ്പസ്തോലനായ പൗലോസും സിൽവാനോസും തിമോഥെയോസും കൂടെ പറയുകയാണ്, നിങ്ങളെ ഓർത്ത് ഞങ്ങൾ സന്തോഷിക്കുന്നു. കാരണം നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നു, നിങ്ങൾ പരസ്പരവും സ്നേഹിക്കുന്നു. ദൈവകൽപ്പനയുടെ പൂർണ്ണത അതാണല്ലോ. എന്നിട്ട് പറയാണ്, അതിനാൽ നിങ്ങളിപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പീഡകളിലും ദുരിതങ്ങളിലും നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്ഥൈര്യത്തെയും വിശ്വാസത്തെയും കുറിച്ച് ദൈവത്തിൻ്റെ സഭകളിൽ വെച്ച് ഞങ്ങൾ തന്നെ അഭിമാനിക്കാറുണ്ട്. ഒരു വലിയൊരു സാക്ഷ്യമാണ് ഈ തെസ്സലോനിക്ക സഭ. എവിടെ ചെന്നാലും പറയും, കണ്ടോ അവരെ എന്തുമാത്രമാണ് അവർ ക്രിസ്തുവിന് വേണ്ടി സഹിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്താ?
നമ്മൾ സഹിക്കുക എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ പ്രവൃത്തിയാണ്. അല്ലേ? ഒരാൾ നമ്മളെ അടിച്ചു, വേണേൽ തിരിച്ചടിക്കാം, പ്രതികാരം ചെയ്യാം, ദേഷ്യപ്പെടാം. എന്നാൽ അത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് നമ്മൾ വിശുദ്ധി നിലനിർത്താൻ വേണ്ടി കൈ താഴ്ത്തിയിട്ട് മനസ്സിൽ നമുക്ക് അപമാനവും നിന്ദനമൊക്കെ ഉണ്ട്. ഒരാൾ നമ്മളെ അടിക്കുമ്പോൾ അതൊരു സഹനമായി സ്വീകരിച്ച് അവരുടെ വിശുദ്ധി അവർ നിലനിർത്തുകയാണ്. ഇതാണ് യേശു ചെയ്തത്. യേശുവിൻ്റെ കഷ്ടാനുഭവം ഇന്നലെയൊക്കെ ചിന്തിച്ചതായിരുന്നു. യേശുവിൻ്റെ പീഡാസഹനം മുഴുവനും, ജീവിതം മുഴുവനും നിശബ്ദനായി, ആരോടും എതിർക്കാതെ നമുക്കൊരു പാഠമാക്കി, തെസ്സലോനിക്ക സഭ പാഠമാക്കി മാറ്റിയിരുന്നു. നിങ്ങളിപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പീഡകളും എന്തിനാ? നിങ്ങളുടെ വിശുദ്ധി നിലനിർത്താൻ നിങ്ങളിപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം നമ്മൾ അറിയേണ്ടത് ഇന്നത്തെ നമ്മളുടെ എന്തുമാകട്ടെ, നമ്മുടെ സഹനങ്ങൾ ഓരോരുത്തർക്കും വ്യത്യാസമാണ്. ശരീരത്തിലെ രോഗങ്ങളായിരിക്കാം, കുടുംബ പ്രശ്നങ്ങളായിരിക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കാം, മക്കളെക്കുറിച്ചുള്ളതായിരിക്കാം, ജീവിത പങ്കാളിയെക്കുറിച്ചായിരിക്കാം, എന്തുമാകട്ടെ. ആ ഒരു സഹനം ദൈവം അനുവദിച്ചത് നമ്മളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് നമ്മളെ ആ വിശുദ്ധിയിലേക്ക് ദൈവം തന്നെ നയിക്കുന്ന ഒരു പ്രക്രിയയാണ്. സഹിക്കാൻ നമുക്കാർക്കും ഇഷ്ടമൊന്നുമില്ല. നമുക്ക് സഹനമൊന്നും വേണ്ട, നമുക്ക് നന്നായിട്ട് ജീവിച്ചാൽ മതി. ദൈവം നമ്മളെ സഹനത്തിലൂടെ കടത്തിവിടുക. എന്താ ഞാൻ പറഞ്ഞാൽ ഫിൽറ്ററിങ് സിസ്റ്റം ഉണ്ട്. നമ്മൾ നിത്യതയിൽ ഇവിടുന്ന് ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴാണ് മരിക്കുന്നതെന്ന് നമുക്കറിയില്ല, പക്ഷെ ദൈവത്തിനറിയാം. അതിനു മുമ്പ് നമ്മളെ വിശുദ്ധീകരണം, നമ്മുടെ നിത്യതയിലേക്ക് എത്താൻ വിശുദ്ധി നമ്മളിൽ ഉണ്ടായിരിക്കണം. അത് നമ്മൾ പോകുമ്പോൾ നമ്മുടെ മക്കളിലേക്ക്, അല്ലെ, അബ്രാഹത്തിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം എന്ന് പറയുമ്പോൾ അവരിലുണ്ടായിരുന്ന വിശ്വാസവും വിശുദ്ധിയും കൈമാറിക്കൊണ്ടാണ് അവർ പിതാക്കന്മാരോട് ചേർന്നെന്ന് പറയുക. ഇപ്പം നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കാനുള്ളത് നമ്മളുടെ നമുക്ക് വേണേൽ നമ്മുടെ പറമ്പും സമ്പത്തും ഒക്കെ അവരുടെ മക്കളുടെ മേലെ എഴുതി വെക്കാം. ബാങ്കിലുള്ള ബാലൻസുകളൊക്കെ അവരുടെ മേലെ എഴുതി വെക്കാം. അത് ലോകത്തിന്റെ കാഴ്ചയാണ്. എന്നാൽ ദൈവം അതൊന്നുമല്ല കാണുന്നത്. ദൈവം കാണുന്നത് നമ്മളിലൂടെയുള്ള നന്മ പ്രവർത്തികളെ നമ്മൾ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കാന്ന് ഈശോ പറഞ്ഞു. സ്വർഗത്തിലെ ഒരു ബാങ്ക് ഉണ്ടെങ്കിൽ അവിടെ നമ്മുടെ നന്മകളും നമ്മുടെ സഹനവും, അല്ലേ, സംഗീതം 56:8 പറയുന്നു, നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ പ്രാർത്ഥന ഞാൻ എണ്ണിയിട്ടുണ്ടെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. നിന്റെ അലച്ചിലുകൾ, നിന്റെ സഹനങ്ങൾ, നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്. നിന്റെ കണ്ണുനീർ കണങ്ങൾ എൻ്റെ കുപ്പിയിൽ ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ബാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കുന്ന ഓരോന്നിനും അക്കൗണ്ട് ഉണ്ട്. കൃത്യമായിട്ടും തെറ്റുകൂടാതെ, ഒരു പൈസയ്ക്ക് പോലും തെറ്റുകൂടാതെ അവിടെ കണക്കുള്ളതുപോലെ സ്വർഗത്തിലെ ബാങ്കിൽ നമ്മുടെ സഹനത്തിൻ്റെയും വിശുദ്ധിയുടെയും നന്മയുടെയും വലിയൊരു അക്കൗണ്ട് ഉണ്ട്. അവിടെയും ഈ അക്കൗണ്ട് ഇല്ലാതെ ഒത്തിരി പേര് ഈ ഭൂമി, നമ്മുടെ കുടുംബത്തിൽ ചിലരൊക്കെ കാരണവന്മാരോ അല്ലെങ്കിൽ ഒരു 4 തലമുറയിൽ എന്നൊക്കെ പറയുമ്പോൾ പുറകോട്ട് ചിന്തിക്കുമ്പോൾ സ്വർഗത്തിൽ അക്കൗണ്ട് തുറക്കാൻ പറ്റാതെ കടന്നുപോയവരുണ്ട്. ആമേൻ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകണമെന്നുള്ള ചിന്ത പോലും ഇല്ലാതെ ഭൂമിയിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് സകല ജഡിക പാപങ്ങളും ചെയ്ത് മറ്റുള്ളവരുടെ കയർത്ത് അവരെ അടിച്ചും തൊഴിച്ചും ഇടിച്ചും കൊന്നും ഒക്കെ കടന്നുപോയ, വിവാഹത്തിലൊക്കെ മാന്യത, ഭാര്യയോട് സ്നേഹം, വിശ്വാസതയില്ലാതെ തോന്നിയമാസമൊക്കെ നടന്ന് എന്തെല്ലാം പാപം ചെയ്ത് കടന്നുപോയ കുറേ പേരുണ്ട് നമ്മുടെയൊക്കെ കഴിഞ്ഞുപോയ തലമുറകളിൽ. 10 കൽപ്പനകളും അറിയാതെ ലംഘിച്ചിട്ട് കടന്നുപോയ, അപ്പനെയും അമ്മയും ബഹുമാനിക്കണമെന്നില്ല, വസ്തുവിൻ്റെ തർക്കവും ബഹളവും ഒക്കെ ആയിട്ട്, വെട്ടും കുത്തും ഒക്കെ ആയിട്ട് കടന്നുപോയി, അനുതാപമില്ല. അതൊക്കെ എൻ്റെ അവകാശമാണല്ലേ, എനിക്ക് കിട്ടാനുള്ളതിന് വേണ്ടിയാണ് ഞാൻ പോരാടിയതെന്ന് കഴിഞ്ഞ് അതൊന്നും അനുതാപമില്ലാതെ കടന്നുപോയവരുണ്ട്. പ്രിയമുള്ളവരെ, അവരാരും ദൈവസന്നിധിയിലേക്ക് എത്തുകയില്ല, അനുതാപമില്ലാതെ കടന്നുപോയവരാണ്. എബ്രായർ 12 പറയുന്നുണ്ട്, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ സാധിക്കുകയില്ല. നമ്മൾ ഇവിടുന്ന് കടന്നു പോകുമ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ നമ്മൾ ചിന്തിച്ച ഒരു മേഖലയുണ്ടായിരുന്നു. അതായത് നമുക്കിപ്പോൾ പകലല്ലേ, നമ്മൾ കുറെ കഴിയുമ്പോൾ സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ നമ്മളതിൽ പ്രതീക്ഷിച്ചു. ഇപ്പോൾ നേരം വെളുക്കുമ്പോൾ സൂര്യപ്രകാശമുണ്ട്, മനോഹരമാണ്. നമുക്ക് സൂര്യപ്രകാശത്തിൽ നമ്മൾ ഓർത്ത് വയ്ക്കുക, നമ്മളെ കാണുന്ന സൂര്യൻ ഇല്ലാതെ വരികയാണെങ്കിൽ എന്തായിരിക്കും? നമ്മൾ ഭയന്നു പോകും. ഇരുട്ടാണെങ്കിൽ എന്തായിരിക്കും? എല്ലാം തീർന്നു. ഏതാണ്ട് അതുപോലെയാണ് ഞാനിതുവരെ ചിന്തിക്കാത്തൊരു കാര്യം. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എൻ്റെ ഉള്ളിൽ ചിന്ത വന്നു, ഇവിടുന്ന് മരിച്ച് കടന്നു പോകുന്ന ഒരു ആത്മാവ് ഈ സൂര്യപ്രകാശമൊക്കെ വിട്ടിട്ട് പോവുകയാണ്. ആത്മീയ തലത്തിലേക്ക് കടക്കുമ്പോൾ
അവിടെ നീതി സൂര്യനായ യേശു വെളിപാട് പറയുന്നുണ്ട്. അവനായിരിക്കും സൂര്യൻ, അവനായിരിക്കും പ്രകാശം നൽകുന്നത്. കുഞ്ഞാടായിരിക്കും അവരുടെ വിളക്ക്. യേശുവിനെ അറിയാതെ, യേശുവിൻ്റെ കൂട്ടുകൂടി, യേശുവുമായ ബന്ധമില്ലാതെ കടന്നുപോയ ഓരോ ആത്മാവും ഇരുട്ടിലേക്കാണ് പോയിരിക്കുന്നത്, നിത്യമായ ഇരുട്ട്. നമുക്കത് അവിടെയാണ് യേശു പറഞ്ഞത്, അവിടെ വിലാപവും കരച്ചിലും പല്ലുകടിയൊക്കെ ഉണ്ടാകുന്നു. നിത്യമായ ഇരുട്ടിലേക്ക് പോകുന്ന ആ അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് യേശു പറഞ്ഞത്, ഞാനാണ് പ്രകാശം. ഈ ലോകത്തിൽ വെച്ച് തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ എന്നെ നിങ്ങൾ സ്വീകരിക്കുവിൻ. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് എത്തുന്നില്ല. നിങ്ങൾ ഈ ഭൂമിയിൽ നടക്കുമ്പോൾ പ്രകാശം ഉള്ളപ്പോൾ തന്നെ നിങ്ങൾ പ്രകാശത്തിൽ നടന്നുകൊള്ളുവിൻ. ഇല്ലെങ്കിൽ നിങ്ങൾ, അല്ലേ, അത് യെശയ്യാ പോലും പറഞ്ഞു വെച്ചൊരു കാര്യമാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇരുട്ടിലേക്ക് പോകാൻ സാധ്യതയുള്ളപ്പോൾ, നമ്മൾ പലപ്പോഴും ചിന്തിച്ചാണ്. യെശയ്യായുടെ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായം തോന്നുന്നു, അവിടെ ആ ഒരു വചനം ഞാൻ അവിടേക്ക് ഒന്ന് പോവുകയാണ് ഒരു നിമിഷം. അവിടെ എങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, യെശയ്യാ 15 അവിടെ കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. യെശയ്യല്ല, ജെറമ്യായാണ്. ജെറമ്യായുടെ പുസ്തകം അവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്, നമ്മുടെ ആത്മാവിനെ കുറിച്ച്. ഈ എല്ലാ പ്രവചനങ്ങളും ആത്മീയമായിട്ട് നമ്മൾ കാണുന്നത്, വെറും ഭൗതികമായിട്ട് മാത്രം കണ്ടാൽ നമുക്ക് നന്മ വരും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സമ്പത്തും ആരോഗ്യവും ഒക്കെ അതൊക്കെ കാണാം. അപ്പം ജെറമ്യാ 13 പറഞ്ഞിരിക്കുന്നത്, 15 തൊട്ട്, അഹങ്കരിക്കരുത്, കർത്താവാണുള്ളത്. കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ദൈവത്തെ അറിയാതെ പോകുമ്പോഴാണ് സംഭവിക്കുക. നിങ്ങളുടെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലകളിൽ ഇടറുന്നതിന് മുമ്പ് എന്ന് പറയുമ്പോൾ ഞാൻ പറയും, മരണത്തോടെ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പ് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ദൈവമായ കർത്താവിന് മഹത്വം നൽകുവിൻ എന്ന് പറയുമ്പോൾ, ആയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തുവിൻ എന്ന് പൗലോസ് പറയുന്നുണ്ട്. 1 കൊരിന്തോസിൽ 3-6 പറയുന്നുണ്ട്. എന്ന് പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രവൃത്തിയാണ് തിരുസഭയിൽ നാം ആയിരിക്കുമ്പോൾ. ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചം തേടുമ്പോൾ, ആത്മാവ് അങ്ങോട്ട് കടന്നുമ്പോൾ, അവിടെ സൂര്യനില്ലല്ലോ, ചന്ദ്രനില്ലല്ലോ. ആത്മീയമായിട്ട് അവിടെ ക്രിസ്തു ആയിരിക്കണം നമ്മുടെ വെളിച്ചം. അല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചം തേടുമ്പോൾ മരണത്തിന്റെ നിഴലും കൂരിരുട്ടുമായിരിക്കും ലഭിക്കുക. അപ്പോൾ നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ എൻ്റെ ആത്മാവ് കരയും. ഇന്ന് നമ്മൾ ഇരുട്ടിലേക്ക് പോയതിനാൽ ദൈവത്തെ അറിയാൻ പറ്റാതെ അവിടെ കർത്താവിന് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ്. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നാം അവിടുത്തെ കണ്ടെത്തണം. നമുക്ക് സ്വന്തമായിട്ട് ഇനി ഒന്നും ചെയ്യാൻ നമ്മൾ അത്ര അന്വേഷിച്ചാലും കാണത്തില്ല. നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ എൻ്റെ ആത്മാവ് കരയും. കർത്താവിൻ്റെ അജഗണത്തെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകിയാൽ ഞാൻ ഉള്ളുരുകി കരയും. ഇന്ന് നമ്മെ ഓർത്ത് കരയുന്ന ഒരു ദൈവം. ഇന്ന് നമ്മൾ ഈ പ്രാർത്ഥന, കരുണയുടെ പ്രാർത്ഥന, ഇന്ന് ഈ തിങ്കളാഴ്ച ദിവസം നമ്മൾ ഫ്ലോറിഡ സ്റ്റേറ്റിന് വേണ്ടി, അമേരിക്ക മുഴുവൻ, ലോകം മുഴുവനു വേണ്ടിയും ഏറ്റാമ്പായിൽ നിന്നും ലീന സിബി കുടുംബം പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ ലീന എന്ന് ഓർപ്പിച്ചതാണ്. നമ്മൾ കർത്താവിൻ്റെ മുഖം, നമ്മളെ ഓർത്ത് കണ്ണുനീരൊഴുക്കിയ മുഖം, നമ്മളെ ഓർത്ത് മുൾമുടി അണിഞ്ഞ മുഖം, നമ്മളെ ഇരുട്ടിൽ പോകാതിരിക്കാൻ വേണ്ടി നമ്മളെ ഓർത്ത് ആ മുൾമുടിയിലൂടെ ഒഴുകി വന്ന കണ്ണുനീരും ആ ഒഴുകി വന്ന രക്തവും കണ്ണുനീരും ഒക്കെ ആയിട്ട് രക്തച്ചാലുകൾ മുഖത്തോട് ഒഴുകിയ ആ മുഖം, ആ മുഖം ഒന്ന് ഓർക്കാം നമുക്ക്. നമ്മളെ ഓർത്ത് കരഞ്ഞ, നമ്മൾ അവനെ കണ്ടെത്താനായിട്ട് നമുക്ക് വേണ്ടി അവൻ സഹിച്ച സഹനം. ഞാൻ പറഞ്ഞത്, അവൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പക്ഷെ അതിൽ കൂടുതലായിട്ട് അവൻ നമുക്ക് വേണ്ടി സഹിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ പറഞ്ഞു, നമ്മളുടെ സഹനങ്ങൾ ഈ നമുക്ക് വേണ്ടി യെശയ്യാ 48 പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളെ വിശുദ്ധീകരിച്ചത് വെള്ളി ഭൂമിയിൽ നിന്നും ലോഹങ്ങളൊക്കെ കുഴിച്ചെടുക്കുമ്പോൾ അത് തീച്ചുളലിട്ടാണ് ഉരുക്കി അത് ശുദ്ധമാക്കി എടുക്കുന്നത്, അതിനകത്തെ മാലിന്യമൊക്കെ മാറ്റുന്നത്. യെശയ്യാ 48:10 പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ശുദ്ധി ചെയ്തത് വെള്ളി പോലെയല്ല, സ്വർണം പോലെയല്ല, മറ്റു ലോഹങ്ങൾ പോലെയല്ല, പിന്നെയോ കഷ്ടതയുടെ ചൂളയിൽ ഞാൻ നിങ്ങളെ ശുദ്ധി ചെയ്തു.
അത് എനിക്ക് വേണ്ടി മാത്രമാണെന്ന് കർത്താവ് അല്ല ചെയ്യുന്നു. നിങ്ങൾക്കറിയില്ലത്. ഞാനാണ് നിങ്ങളെ ഓർത്ത് കരയാൻ പോകുന്നത്. നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ആത്മാവ് ഇരുട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങളത് അറിയാതെ പോയതിനോർത്ത് ഞാൻ എൻ്റെ കാരണം ഒരമ്മ കുഞ്ഞിനെ നോക്കി കരയുന്നത് പോലെ, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പെറ്റമ്മ പുത്രനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്ന ഓരോ ആത്മാവിനെയും ദൈവത്തിന് മറക്കാനല്ല. കാരണം ദൈവത്തിൽ നിന്നും, അമ്മയുടെ ഗർഭത്തിൽ നിന്ന് കുഞ്ഞ് ജനിച്ചതുപോലെ ദൈവത്തിൽ നിന്നുമാണ് നമ്മുടെ ആത്മാവിനെ, നമ്മുടെ ഈ ചൈതന്യം, നമ്മുടെ ആത്മാവിനെ നമ്മൾ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ ദൈവത്തിൽ നിന്നാണ് നമുക്ക് കിട്ടിയത്. ദൈവത്തിൻ്റെതാണ്. ഒരമ്മ കുഞ്ഞിനെ ഓർത്ത് കരയുന്നത് പോലെ എത്രയോ ഉന്നതമാണ്. അതിലും ഒരിക്കലും മരണമില്ലാത്ത ആത്മാവായ ദൈവത്തിൻ്റെ ഭാഗമായ എനിക്ക് തന്ന എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്ന നിമിഷം എൻ്റെ ഉള്ളിലേക്ക്, ഞാനാകുന്ന ജീവിതത്തിലേക്ക് നിക്ഷേപിച്ച ആ ചൈതന്യം, എൻ്റെ ആത്മാവ്, അത് ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ഒരു അമ്മയെ പോലെ എന്നെ കണ്ടുകിട്ടുന്നത് വരെ, ഞാൻ നിത്യതയിൽ ദൈവത്തിനടുത്ത് എത്തുന്നത് വരെയും സ്വസ്ഥതയില്ലാതെ കരയുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്. ഇതാണ് യേശു കണ്ടത്. പ്രിയമുള്ളവരെ, ഇത് യേശു അല്ലെങ്കിൽ ത്രിത്വിക ദൈവം ഒരുമിച്ച് ഇത് കണ്ടതുകൊണ്ടാണ് യേശു ഈ ഭൂമിയിൽ അതികഠോരമായ വേദന സഹിക്കാൻ തയ്യാറായത്. നിത്യതയിൽ ഒരിക്കലും ദൈവവും നമ്മൾ അതോർത്ത് കരയാതിരിക്കാൻ, നിത്യത സന്തോഷകരമാക്കാൻ വേണ്ടിയാണ് യേശു ഭൂമിയിൽ ഒരു സന്തോഷവും, അവന് സന്തോഷമൊന്നും സ്വീകരിക്കാതെ അവമാനമൊന്നും പ്രശ്നമല്ല എന്ന് കരുതി നിത്യതയോർത്ത് നമ്മയോർത്ത് നമ്മൾ നിത്യ സന്തോഷിക്കുന്നതിനെ ഓർത്താണ് തൻ്റെ ജീവിതം മുഴുവനും അവൻ കണ്ണുനീരും, എബ്രായർ പറയുന്നുണ്ട്, അവൻ ഈ ലോക ജീവിതത്തിലായിരുന്നപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഐഹിക ജീവിതകാലത്ത് വലിയ വിലാപത്തോടും കണ്ണുനീരോടും കൂടിയാണ് കടന്നുപോയത്. നമ്മെ ഓർത്ത്. അതെ, നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആത്മാവ് ഇരുട്ടിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ ഈ ഭൂമിയിൽ അതിനുള്ള വഴി തുറന്ന ഒഴുക്കിയ യേശു ക്രിസ്തു. നമ്മൾ ഈ ഭൂമിയിൽ, ഞാൻ പറഞ്ഞതായത്, യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിനെ നമ്മൾ കഴിഞ്ഞ തലമുറ അത് കടന്നു പോവുകയാണെങ്കിൽ നമ്മൾ അവരുടെ ആത്മാവ് ഇരുട്ടിൽ പോകാതിരിക്കാൻ, സഭയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരമാണല്ലോ ഇന്നും സഭ. വാനമയങ്ങൾ യേശു രണ്ടാമത് എഴുന്നള്ളി വരുന്നത് വരെയും ഈ ഭൂമിയിൽ ക്രിസ്തുവിൻ്റെ സഹനം തുടരുകയാണ് സഭയിലൂടെ. അവൻ ഒരിക്കൽ കുരിശിൽ മരിച്ചു, പക്ഷെ ഇന്നും തുടരുകയാണ്. കാരണം ഈ തലമുറയിൽ ഇപ്പോൾ ആരെങ്കിലും അറിയാതെ പോകുന്നെങ്കിൽ ഇപ്പോഴും സഭയുടെ, നമ്മൾ അനേക വിശുദ്ധ രക്തസാക്ഷികളൊക്കെ സഭയിൽ സഹിക്കുന്ന കണ്ടിട്ടുണ്ട്. എന്താ അത്? ഇന്നലെയൊക്കെ ചിന്തിച്ചു. ആദിമ സഭയിൽ ഇപ്പോഴും ഒക്കെ ഉണ്ട്. എത്രയോ പേരാണ്, പണ്ടത്തെ പോലെ ഇല്ലെന്നേ ഉള്ളൂ, പക്ഷെ ഇപ്പോഴും അറിയുന്നവരുണ്ട്, സഹനം നല്ലതാണെന്ന് അറിയുന്നവരുണ്ട്. കാരണം എന്താ? ക്രിസ്തുവിന്റെ ശരീരമാണ് നമ്മൾ ഓരോരുത്തരും. ക്രിസ്തുവിന്റെ ആത്മാവ് വസിക്കുന്ന ശരീരമാണ് നമ്മുടെ ശരീരം. അപ്പൊ നമുക്കുള്ള ശരീരം ഇന്ന് സഹിക്കുന്നെങ്കിൽ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ആത്മാവായി വസിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കമ്പൈൻഡ് ആയിട്ട് നമ്മൾ എല്ലാവരും കൂടെ സഭ ഒന്നിച്ച് സഹിക്കുകയാണ്. അനേകർക്ക് വേണ്ടി ഇന്നും സഹനം തുടരുകയാണ്. വാനമേഘങ്ങൾ എഴുന്നള്ളി വരുന്നത് വരെയും ആ സഹനമുണ്ട് ഈ ഭൂമിയിൽ. അപ്പൊ നമ്മളുടെ സഹനം, അതിൻ്റെ സഭയാകുന്ന ശരീരത്തിൽ ക്രിസ്തു സഹിക്കുന്ന ആ സഹനത്തിന്റെ ഒരു അംശം മാത്രമേ ഉള്ളൂ. നമ്മൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഒരു അവയവമാണ്. നമ്മൾ ഓരോരുത്തരും ഒരു വിരലായിരിക്കാം നമ്മൾ. അപ്പൊ ക്രിസ്തുവാകുന്ന സഭയാകുന്ന ആ ശരീരത്തിന്റെ ഒരു അവയവത്തിന്റെ വേദനയുടെ ഒരു അല്പ അംശം മാത്രമേ നമുക്ക് അനുവദിച്ചിട്ടുള്ളൂ. മൊത്തം വലിയൊരു സഹനത്തിലൂടെ സഭ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇന്നും ക്രിസ്തുവിന്റെ സഹനം തുടരുകയാണ്. നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. പൗലോസ്ലീഹ പലപ്പോഴും നമ്മൾ കൊളോസ്യ ലേഖനത്തിൽ അതേക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. പൗലോസ് കൊളോസുകാരോട് പറയുന്ന, തെസ്സലോനിക്കക്കാരോട് പറയുന്നത് പോലെ തന്നെ കൊളോസ്യ സഭയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒന്ന് കൊളോസ്യരുടെ ലേഖനം, കൊളോസ്യർ 1:24 നിങ്ങളെ പ്രതി, മനസ്സിലാക്കേണ്ടത് നമ്മളൊന്ന് ഹൃദയത്തിൽ എഴുതേണ്ടതാണ്, നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭ സഹിക്കുകയാണ്. അപ്പൊ കൊളോസ്യ സഭയ്ക്ക് വേണ്ടി അവർ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി ഇന്നും യേശു സഭയാകുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിലെ സഹനം നിങ്ങളെ പ്രതി, പൗലോസ് പറയാണ്, എനിക്ക് സഹനമുണ്ട്, അത് ഞാൻ മനസ്സിലാക്കുന്നു, തിരിച്ചറിയുന്നു, അത് നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റുമോ
നമ്മുടെ സഹനം നമ്മുടെ കഴിഞ്ഞുപോയ തലമുറകളെ മാനസാന്തരപ്പെടാതെ സഹിക്കാതെ അടിച്ചു പൊളിച്ച് വിശുദ്ധിയിൽ പാപം ചെയ്ത് കടന്നുപോയവരുടെ ആ ആത്മാക്കൾ ഇരുട്ടിൽ പോകാതിരിക്കാൻ, അല്ലെങ്കിൽ നിത്യമായ നാശത്തിലേക്ക് പോകാതിരിക്കാൻ അവർക്ക് വേണ്ടി ഈ തലമുറയിൽ നിൽക്കുന്ന നമ്മളോട്, അല്ലെങ്കിൽ 1, 2, 3, 4 തലമുറ വരെ എന്ന് പറയുമ്പോൾ ഓരോ തലമുറയിലേക്കും ദൈവം നോക്കുന്നുണ്ട്. ആരെങ്കിലും തന്നെ തേടുന്നവരുണ്ടോ? കാരണം എന്താ, ആ കഴിഞ്ഞുപോയ തലമുറയിലൂടെ നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അത് നമ്മളിലേക്ക് സഭയാകുന്ന ശരീരത്തിലാണെന്ന് ഓർക്കാം. മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതാണ്, കത്തോലിക്ക വിശ്വാസം ഉന്നതമായ വലിയൊരു വിശ്വാസമാണ്. കാരണം എന്താ, ഞാൻ പറയും, കത്തോലിക്ക വിശ്വാസം എന്താ? സഭ എന്ന് പറയുന്നത് വിജയസഭയും സഹനസഭയും സമരസഭയും, ഇത് മൂന്നും കൂടെ കൂടിയാണ്. വിശുദ്ധര്, ഈ ഭൂമിയിൽ നിന്ന് ആത്മാവായി കടന്നുപോയ പരിപൂർണരാക്കപ്പെട്ട വിശുദ്ധരുടെ എബ്രായർ 12:22 വായിച്ചാൽ കാണാൻ സാധിക്കും. ഈ ഭൂമിയിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ആരൊക്കെയാണ്? അതായത് ഈ വിജയസഭ വിശുദ്ധരുടെ കൂട്ടായ്മ അതിൽ പങ്കെടുക്കുന്നുണ്ട്. എബ്രായർ 12:22 തൊട്ടുള്ള വചനങ്ങളിൽ പറയുന്നതാണത്. ഇത് പിന്നെന്താ പറയുന്നത്? ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മളും, അതായത് കടന്നുപോയവരും ജീവിച്ചിരിക്കുന്നവരും, കർത്താവായ യേശുവും പിതാവായ ദൈവവും, എന്തെല്ലാമാണ് അവിടെ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന നല്ലതാണ്. അപ്പൊ സഭ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഈ ഏതാനും പേര്, നമ്മളെ കാണുന്നവർ മാത്രമല്ല, കാണപ്പെടാത്ത ഉണ്ട് എന്നുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണല്ലോ. മരിച്ചവരെ നമ്മൾ കാണുന്നില്ല, പക്ഷെ അവർ ആത്മാവിൽ ജീവിച്ചിരിക്കുന്നവർ. ആത്മാവിന് മരണമില്ല, ശരീരം മാത്രമേ അവരുടെ ശരീരം നമുക്ക് മണ്ണിൽ അടിഞ്ഞുപോയി, പക്ഷെ അവരുടെ ആത്മാവിന് മരണമില്ലാത്തതുകൊണ്ട് ആത്മാവ് ദൈവത്തെ തേടി. അവർ ദൈവസന്നിധിയിലാണെങ്കിൽ അവർ വിജയസഭയിലാണ്. ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ അവർ സഹനസഭയിലാണ്. വിശുദ്ധീകരണത്തിന് വേണ്ടി ഫാത്തിമ പ്രാർത്ഥനയിലൊക്കെ മാതാവ് ആവശ്യപ്പെട്ട പ്രാർത്ഥന, ONT എന്നുള്ള പ്രാർത്ഥനയിൽ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശേഷിച്ച് അങ്ങയുടെ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ എന്ന് നല്ല ബോധ്യത്തോടെയാണ് പരിശുദ്ധ കന്യാമറിയം ഫാത്തിമയിലെ കുഞ്ഞുങ്ങളോട് ആ കാര്യം പറഞ്ഞത്. നമ്മളൊന്നും നല്ല ബോധ്യത്തോടെ അത് ചെയ്യണം. ആ ബോധ്യത്തോടെ നമ്മളിത് പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ പറയുന്നത്, നമ്മളുടെ സഹനങ്ങൾ, നമ്മളുടെ ജീവിതത്തിലെ പ്രാരാബ്ദങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും. നമ്മൾ ഒരു കുഴപ്പമില്ലാതെ ജീവിച്ചു, ഒരു കുഴപ്പമില്ലാതെ പോകുമ്പോൾ പോലും നമുക്ക് സഹനം ഉണ്ടാകും. വിശുദ്ധ അൽഫോൺസാമ അറിഞ്ഞ്, അമ്മ ത്രേസ്യ, അനേക വിശുദ്ധരെ, പാതിരപ്പിയോ, ഇവരൊക്കെ അറിഞ്ഞവരാണ് ഈ സഹനം രക്ഷാകരമാണ്, ഇത് തനിക്ക് വേണ്ടി മാത്രമല്ല സഭയ്ക്ക് മുഴുവനും വേണ്ടിയുള്ള സഹനത്തിന്റെ ഭാഗമാണെന്നാണ്. 5% തൻ്റെ ശരീരത്തിൽ കിട്ടുമ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരമായിരുന്നു. ഇന്ന് ലോകത്തിൽ ഇത്രയും സഹനം, ലോകമായുദ്ധം നടക്കുന്ന കാലത്ത് അനേകരെ മരിച്ചു വീഴുമ്പോൾ പീഡ അനുഭവിക്കുമ്പോഴൊക്കെ പാതിരപ്പി വിശുദ്ധനാകുന്ന ആ ഒരു കാലഘട്ടങ്ങളിൽ കർത്താവ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് പരിഹാരമായി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോഴാണ് ഈ ശരീരത്തിലെ കയ്യിലും കാലിലും ഒക്കെ കർത്താവിൻ്റെ 5 തിരുമുറിവുകൾ കൊടുത്തിട്ട് പറഞ്ഞു, ഞാനിതാണ് ചെയ്തത് ലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി. ലോകത്തിൻ്റെ ഇന്നത്തെ ഈ മേഖല, ഇത് ലോക അനുഗ്രഹം ഭാവിക്കാൻ, അതുകൊണ്ട് നിനക്ക് ഞാൻ തരുന്നു. പൗലോസും പറയുന്നുണ്ട് ഇതുപോലെ, കർത്താവിൻ്റെ പീഡകൾ ഞാൻ എൻ്റെ ശരീരത്തിൽ ധരിച്ചിരിക്കുന്നുവെന്ന്. നമുക്കറിയില്ല, ഒരുപക്ഷെ പൗലോസ് പുസ്തകം ഉണ്ടായിരുന്നിരിക്കാതെ. കാരണം പൗലോസ് ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട് നല്ല ബോധ്യത്തോടെ, കൊളോസ്യർ 1:24, നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. പൗലോസിന് കൊളോസ് സഭയെക്കുറിച്ച് വലിയ പീഡയുണ്ടായിരുന്നു, ശാരീരികവും മാനസികവും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത്, നമുക്കുള്ള പീഡകൾ നമ്മുടെ സഭയാകുന്ന, അല്ലെ നമ്മുടെ ഭവനത്തിൽ മരിച്ചുപോയ ശുദ്ധീകരണത്തിൽ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ഉറപ്പിൽ ഞാൻ പറയാണ്, സഹനസഭയിലുള്ളവരുടെ ആ കുറവുകൾ, അവർ ഇരുട്ടിൽ നിന്നും നിത്യ സ്നേഹത്തിലേക്ക്, പ്രകാശത്തിലേക്ക്, ഫാത്തിമ മാതാ പറഞ്ഞ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. അവരെ നരകത്തിൽ പോകാൻ, ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, തനത് വിധി കഴിഞ്ഞ് കിടക്കുകയാണ്. ഇനി കർത്താവിൻ്റെ 2ാമത്തെ വരവിലാണ് ഫൈനൽ ജഡ്ജ്മെന്റ്. അതുവരെയും സഭയിൽ വിശുദ്ധ ഫൗസ്റ്റീനാണ് ഈശോ ആവശ്യപ്പെട്ടത് എന്താ? എൻ്റെ കരുണക്കടലിലേക്ക് സമർപ്പിക്കുക. സഭ ഇന്ന് കർത്താവിൻ്റെ ശരീരമായതുകൊണ്ട് ഇന്നും വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ പറയും, കത്തോലിക്ക സഭയുടെ മാത്രം, അല്ലെങ്കിൽ അപ്പസ്തോലിക സഭകളുടെ മാത്രം വിശ്വാസമാണ് മരിച്ചുപോയവർക്ക് വേണ്ടി മറ്റാരും പ്രാർത്ഥിക്കാറില്ല. അനേക ക്രിസ്തീയ സഭകൾ പ്രാർത്ഥിക്കാറില്ല. കാരണം കത്തോലിക്ക സഭയിലാണ് സഭ എന്ന് പറയുന്നത് വിജയം വരിച്ചവരുടെയും ഇത് വിശുദ്ധീകരണം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള വിശുദ്ധീകരണം ആവശ്യമുള്ളവരുടെയും, പിന്നെ ഭൂമിയിൽ പാപത്തിന് സാത്താനെതിരെ സമരം ചെയ്യുന്നവരുടെ ഭാഗമാണ് തിരുസഭ. അപ്പോൾ നമ്മൾ ഭൂമിയിൽ
സമരം ചെയ്യുന്ന, ശരീരത്തിൽ ജീവിക്കുന്ന നമ്മൾ, ഇവരെല്ലാവരുടെ, അതാണ് നമ്മൾ വിശുദ്ധരെ ഓർക്കുന്നത്. വിജയിച്ചു പോയവരുടെ പ്രാർത്ഥന, അവരുടെ മധ്യസ്ഥതയിലെ സാക്ഷികളുടെ, എബ്രായർ 12 പറയുന്നുണ്ട്, സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുള്ളതിനാൽ നല്ലതായിട്ട് ജീവിച്ച് സാക്ഷികൾ എന്താ, ക്രിസ്തുവിനെ കണ്ടറിഞ്ഞ് ആണ് സാക്ഷികൾ. വിശ്വാസത്തിന്റെ പൂർണ്ണതയിൽ പോയ അനേകർ നമുക്ക് ചുറ്റുമുള്ളതിനാൽ നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കാം. സാക്ഷികളായി അനേക വിശുദ്ധരെ നമ്മൾ ഓർക്കുന്നുണ്ട്. അവരെ ഓർത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കാം എന്നാ പറയുന്നത്. എന്നിട്ടാണ് നമ്മൾ ഈ പൗലോസ് പറഞ്ഞ സഭയിൽ ഒന്ന് സഹനത്തിന്റെ കുറവ്, അതായത് സഹന സഭയിലുള്ളവരാരാ, അവർക്കാണ് സഹനത്തിന് കുറവ് വന്നത്. പൗലോസിന്റെ അടുത്ത വചനം അതാണ് പറയുന്നത്. സഭയാകുന്ന, കൊളോസ്യർ 1:24 2 ഭാഗം, സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ്. യേശുവിനോട് ആ പീഡകളുടെ കുറവ് വന്നേ, അന്നൊരു കുറവ് വന്നില്ല. പക്ഷെ ഇന്നും ഞാൻ പറയും, സഭ ക്രിസ്തുവിന്റെ ശരീരമായതുകൊണ്ട് ആ സഹനം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ ഓർപ്പിച്ചു. ഇതാണ് പൗലോസ് പറഞ്ഞത്, ആത്മീയ അറിവിൽ, ജ്ഞാനത്തിൽ. അനേകര് സഭയുടെ ഭാഗമാണല്ലോ, മാമോദീസ സ്വീകരിച്ച് കർത്താവിന്റെ സഭയാകുന്ന ശരീരത്തിൽ ഭൂമിയിൽ ജീവിച്ച അനേകര് വിശുദ്ധിയില്ലാതെ കടന്നുപോയി. അവർക്ക് വേണ്ടി സഭ ഇന്ന് ഭൂമിയിൽ അവര് വിശുദ്ധിയിലേക്ക് വരുവാൻ വേണ്ടി, കാരണം അവര് നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. കത്തോലിക്ക സഭയുടെ ഭാഗമാണ് സഹനസഭ. ഭൂമിയിൽ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയും നമ്മുടെ സഹനങ്ങളും അവർക്ക് വേണ്ടി ദൈവം സ്വീകരിക്കുന്നുണ്ട്. അവരാദ്യം അവിടുന്ന് പുറത്തു വരട്ടെ എന്നാ പറയുന്നത്. കാരണം രണ്ടാമത്തെ വരവെങ്കിൽ, കർത്താവിന്റെ വരവെങ്കിൽ അവർക്ക് വിശുദ്ധി ഇല്ലാത്തതുകൊണ്ട് അവരെല്ലാം നിത്യ നരകത്തിലെ ഇടതുവശത്തേക്ക് തള്ളപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പോഴും ശുദ്ധീകരണത്തിൽ കിടക്കുന്ന ആത്മാക്കൾ, സഹനസഭയിലുള്ളവര്, കർത്താവിന്റെ വരവ് ഇന്നാണെങ്കിൽ അവർക്ക് വിശുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക് വിജയസഭയിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്തത്. വിശുദ്ധി ഇല്ലാത്തതുകൊണ്ട് കർത്താവ് ഇപ്പോൾ വരികയാണെങ്കിൽ അവർ ഇടതുവശത്തേക്ക് തള്ളപ്പെടും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടി കർത്താവ് ഇന്നും സഭയിലൂടെ, അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കാണ്, സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. അതൊന്ന് വായിച്ച് ധ്യാനിക്കുന്നില്ല, കുറേ നേരം വായിച്ച് ധ്യാനം. കൊളോസ്യർ 1:24. അതായത് സഭയാകെന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയിൽ നമ്മൾ ആ കാഴ്ചപ്പാട് ഞാൻ പറയുന്നത് കേട്ടോ. സഹനസഭയാണ്, സഭയുടെ ഭാഗമാണ്. അവർക്ക് സഹനത്തിന് കുറവെന്നുകൊണ്ടാണ് അവരിന്ന് സഹനസഭയിലായിരിക്കുന്നത്. അപ്പൊ അവർക്ക് വന്ന സഹനത്തിന്റെ കുറവ് ഭൂമിയിൽ ജീവിക്കുന്ന സഭയാകുന്ന, ഭൂമിയിൽ ജീവിക്കുന്ന സമരസഭയിലെ ശരീരത്തിൽ ജീവിക്കുന്ന അവർക്ക് ശരീരമില്ല. സഹനസഭയിലുള്ളവർക്ക് ശരീരമില്ല. അത് വേറൊരു കാര്യമാണ്. ശരീരത്തിലാണ് പാപം ചെയ്തത്, നാവ് കൊണ്ടാണ് ചീത്ത പറഞ്ഞത്, കൈ കൊണ്ടാണ് അടിച്ചത്. അവർക്ക് ഒന്നുമില്ല, ഒരു ആത്മാവ് മാത്രമായി. അപ്പൊ പിന്നെ അവർക്ക് ശരീരത്തിൽ ദൈവം മനുഷ്യ ശരീരം എടുത്ത് ശരീരത്തിൽ പരിഹാരം ചെയ്യേണ്ടിയിരിക്കുന്നു. പത്രോസ്ലീഹ സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ ഒരു ചാക്രി ലേഖനം പോലെ പറഞ്ഞു വെക്കാണ്, 1 പത്രോസ് 4:1, ശരീരത്തിൽ പീഡനമേറ്റ, ഇത് നോക്കണം, ശ്രദ്ധിക്കണം, ശരീരത്തിൽ പീഡനമേറ്റ, ദൈവം ആത്മാവിനല്ല പീഡനമേറ്റത്, അതിനാണ് ശരീരം എടുത്ത് വരേണ്ടി വന്നത്. ശരീരത്തിൽ പീഡനമേറ്റ യേശുക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. യെശയ്യാ 53 പറയുന്നുണ്ടല്ലോ, നമ്മുടെ വേദനകളാണ് അവൻ ചുമന്നത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ വഹിച്ചത്, നമ്മളെ ഏൽക്കേണ്ടുന്ന ശിക്ഷയാണ് അവൻ ഏറ്റത്, അടിപ്പണലുകൾ അവൻ ഏറ്റത്. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി ദൈവമോ നമ്മുടെ അകൃത്യങ്ങൾ അവൻ്റെ മേൽ ചുമത്തി. അവൻ്റെ അനുഭവിച്ച ശിക്ഷയാൽ നമുക്ക് വിടുതൽ കിട്ടിയിരിക്കുന്നു. ഇന്നും സഭ, ക്രിസ്തുവിന്റെ ശരീരമായ സഭ തുടരുകയാണ്. രക്ഷാകര പ്രവൃത്തി വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുന്നത് വരെയും സഭ എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളുമാണ്. അപ്പൊ നമ്മുടെ സഹനങ്ങൾ നമ്മൾ കാഴ്ചവെക്കണം. അതാണ് സങ്കീർത്തനം 56 നമ്മുടെ അക്കൗണ്ട് എന്ന് പറഞ്ഞത്. നമ്മുടെ സഹനം നമ്മൾ ആരെങ്കിലും ചീത്ത പറഞ്ഞുകൊണ്ടാണെങ്കിൽ, എൻ്റെ അമ്മായിമ്മ വഴിയാണ്, അല്ലെ എൻ്റെ ഭാര്യ ഭർത്താവാണ് ഈ പ്രശ്നക്കാരെന്ന് പറയുമ്പോൾ നമ്മുടെ സഹനത്തിന് വിലയില്ല. യേശു സഹനത്തിന് വിലയുണ്ടാകും. പിതാവേ അവരില്ല, അവർക്കറിയില്ല എന്താണ് സാത്താനാണിത് അവരിലൂടെ പ്രവർത്തിക്കുന്നത് പറഞ്ഞുകൊണ്ട് ഈശോ അവരോട് ക്ഷമിച്ചുകൊണ്ടാണ് ആ സഹനത്തെ കാഴ്ചവെച്ചത്. നമുക്കും നമ്മളെ ഉപദ്രവിച്ചു. അതാണ് മത്തായി 5 ഏറ്റവും വിശിഷ്ടമായ പ്രാർത്ഥന. നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കും. മത്തായി 5:43-45 വരെ. നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കും, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിങ്ങളെ ശപിക്കുന്നവരെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരുമെന്ന് ഒരൊറ്റ
മേഖല. പ്രിയമുള്ളവരെ, നമുക്കതുകൊണ്ട് ഇന്ന് നമ്മുടെ സഹനങ്ങളാണ്, യേശുവിന്റെ സഹനമാണ് മനുഷ്യവർഗത്തെ, അവന്റെ പീഡാസഹനമാണ്, അതിദാരുണമായ പീഡാസഹനമാണ് നമ്മുടെ പാപത്തിന് പരിഹാരമായി പിതാവ് സ്വീകരിച്ചത്. ഇന്നും നമ്മുടെ സഹനങ്ങൾ, നമ്മുടെ കുടുംബങ്ങളിൽ മരിച്ചുപോയ അനേക സഹനസഭയിലുള്ള അനേക ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി ഭൂമിയിലെ സഭയാകുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായ നമ്മളുടെ സഹനങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ സഹനമല്ല, ക്രിസ്തുവിന്റെ ശരീരമാണ്. ഇനിമേൽ ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.